ഇന്ത്യയിലെ തന്നെ ആദ്യകാല കോളേജുകളിൽ ഒന്നായി കരുതപ്പെടുന്ന CMS കോളേജ് കഴിഞ്ഞ 208 വർഷമായിട്ട് കേരളത്തിൻ്റെ അല്ലെങ്കിൽ കോട്ടയത്തിൻ്റെ മുഖമാണ് CMS കോളേജ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു 208 വർഷം കഴിഞ്ഞപ്പോഴാണ് CMS കോളേജിൻ്റെ മുഖമായിട്ടൊരു സ്ത്രീ പ്രിൻസിപ്പളായിട്ട് കടന്നു വരുന്നത്. ഇപ്പോൾ മാതൃഭൂമിയോടൊപ്പം മാഡം ചേരുകയാണ്. നമുക്ക് മാഡത്തിനോട് തന്നെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. 200 വർഷങ്ങൾക്കിപ്പുറമാണ് ഒരു സ്ത്രീ ഈ കോളേജിൻ്റെ മുഖമായിട്ട് വരുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു അഭിമാന നിമിഷത്തിൽ? ഐ വുഡ് സേ വെരി ഹാപ്പി ആൻഡ് വെരി ഹംബിൾഡ്. ഈ ഒരു പൊസിഷനിലേക്ക് എത്താനായിട്ട് ഒരുപാട് ദൈവകൃപ ഉണ്ടായിരുന്നു. മാനേജ്മെൻറ്റിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടുത്തെ എൻ്റയർ ടീച്ചിങ് ഫാക്കൽറ്റിയുടെയും സ്റ്റുഡൻസിൻ്റെയും സപ്പോർട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രിവിലേജ്ഡ് ടു സ്റ്റാൻഡ് ഹിയർ ടുഡേ. എത്രയൊക്കെ നവോത്ഥാനം നമ്മൾ വാക്കുകളിൽ പറഞ്ഞാലും പ്രവൃത്തികളിലേക്ക് പലപ്പോഴും അത് പലരിൽ നിന്നും എത്താറില്ല. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും താമസമുണ്ടായിരിക്കുക? ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നമ്മളുടെ ചുറ്റും. വിമൻ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻസ്, കൂടുതൽ നമ്പർ ഓഫ് വിമൻ ഇൻ ലീഡർഷിപ്പ് പൊസിഷൻസിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. നേരത്തെ സയൻസസിൻ്റെയൊക്കെ റിസർച്ചിന് ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ സ്റ്റുഡൻസ് ഇപ്പോൾ സയൻസ് റിസർച്ചിനും വരുന്നുണ്ട്, ഗേൾ സ്റ്റുഡൻസ്. നമ്മൾ ക്യാമ്പസിൽ തന്നെ അറൗണ്ട് 3000 സ്റ്റുഡൻസിൻ്റെ അകത്ത് 2000 ഗേൾ സ്റ്റുഡൻസ് ആണ്. ഫാക്കൽറ്റി ഓൾസോ വി ഹാവ് എൻ ഈക്വൽ ഷെയർ ഓഫ് ലേഡി ടീച്ചേഴ്സ്. ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹയർ എഡ്യൂക്കേഷൻ്റെ യാത്ര. വി ആർ വെരി പ്രിവിലേജ്ഡ് ദാറ്റ് വേ. ആ ഒരു ഹിസ്റ്ററിയും കൂടെ ആ ഒരു ലെഗസിയും കൂടെ CMS കോളേജിന് മാത്രം ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. പുരുഷന്മാരെ കൈയടക്കി വെച്ചിരുന്നൊരു പദവിയിലേക്കാണ് മാഡം കടന്നു വരുന്നത് ആദ്യമായിട്ട്. 2 രീതിയിലുണ്ട്. ഒന്ന്, അക്കാഡമിക് സൈഡ് വിൽ ഹാവ് ടു സ്ട്രെങ്തൻ. ഇവിടെ വരുന്ന ഈ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ നീഡ്സ് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. പെയിൻറ്റിങ് തൊട്ട് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് തൊട്ട് ഡിസൈനിങ് തൊട്ട് യു ഹാവ് എ ഗുഡ് നമ്പർ ഓഫ് 20 ഡിഫറെൻറ്റ് ക്ലബ്സ് ഫങ്ഷനിങ്. അതിലേക്ക് കുട്ടികളുടെ എനർജി പോസിറ്റീവ്ലി ചാനലൈസ് ചെയ്യുക, അവർക്ക് എക്സ്പോഷർ കൊടുക്കുക, ഇൻഡസ്ട്രി അലൈൻമെൻറ്റിലേക്ക് ഇവിടുന്ന് ഇറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും അറ്റ്ലീസ്റ്റ് ഒരു പ്ലേസ്മെൻറ്റ് ഓഫറെങ്കിലും കയ്യിൽ കൊടുക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ ലോങ് ടേം. ഓൺ ദ അതർ ഹാൻഡ്, CMS കോളേജിൻ്റെ ഹിസ്റ്ററി ഹാസ് ഓൾവേസ് ഗിവൺ ബാക്ക് ടു society. We will definitely think about something where നമ്മളുടെ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് will have a positive intervention with the general public. കോട്ടയത്തിന് തിരിച്ചു കൊടുക്കുന്നത് പോലെ. ഈ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പളായിരുന്നു മാഡത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്. ആ ഒരു ലെഗസി പിൻപറ്റി പിതാവ് വൈസ് പ്രിൻസിപ്പളായിട്ടിരുന്നിടത്തോട്ട് പ്രിൻസിപ്പളിലേക്ക് വരുമ്പോൾ എങ്ങനെ തോന്നുന്നു? മക്കൾക്കും ഫാദറിൻ്റെ കലീഗായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടാറില്ല. ഐ വാസ് വെരി പ്രിവിലേജ്ഡ് ടു ഡു ദാറ്റ്. 4 വർഷം വി വർ കലീഗ്സ് ഓൾസോ ഹിയർ. അതൊരു വളരെ റെയർ ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും പിതാവിൻ്റെ പാത പിൻപറ്റി പുതിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാഡത്തിന് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മാതൃഭൂമിയുടെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. നമുക്കിപ്പം നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, CMS കോളേജിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ഇപ്പോഴത്തെ മറ്റൊരു ചരിത്രം കൂടി തിരുത്തി കുറിച്ചിരിക്കുകയാണ് നമ്മുടെ അഞ്ജു ശ്വസൻ ജോർജ്. പറയൂ അവിടുത്തെ വിശേഷങ്ങൾ. 208 വർഷത്തെ ചരിത്രം പറയാനുണ്ട് കോട്ടയം CMS കോളേജിന്. പക്ഷേ ഈ കോളേജ് എന്തെങ്കിലും ഒരു കാര്യത്തിന് പിന്നിലായിരുന്നെങ്കിൽ അത് കോളേജിൻ്റെ മുഖമായിട്ട് ഇന്ന് വരെ ഒരു വനിത വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ഇന്ന് എല്ലാ മേഖലയിലും സ്ത്രീകൾ അവരുടെ സാന്നിധ്യം ശക്തമായി തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് ഇതുവരെയായും ഒരു വനിത വന്നിട്ടില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയായിരുന്നു. അത് തിരുത്തി കുറിച്ചുകൊണ്ടാണ് കോട്ടയം CMS കോളേജിലെ അഞ്ജു ശ്വസൻ ജോർജ് എന്ന മാം ഒരു പ്രിൻസിപ്പളായിട്ട് കടന്നു വരുന്നത്. 2007 കോട്ടയം CMS കോളേജിൻ്റെ പടി കയറുന്നത് അഞ്ജു മാം. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് തുടങ്ങി ഇന്ന് ആ കോളേജിലെ പ്രിൻസിപ്പളായി മാറിയിരിക്കുകയാണ്. മാഡത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാഡത്തിനൊരു സന്തോഷം പകരുന്നതെന്ന് പറയുന്നത്, ഇതേ കോളേജിൽ തന്നെ വൈസ് പ്രിൻസിപ്പളായിരുന്നു മാഡത്തിൻ്റെ അച്ഛൻ. ഇതേ കോളേജിലെ തന്നെ വൈസ് പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തിനൊപ്പവും ഈ കോളേജിൽ മാഡത്തിന് ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അച്ഛൻ വൈസ് പ്രിൻസിപ്പളായിരുന്ന കോളേജിൽ മകൾ ഒരു വലിയൊരു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെ പ്രിൻസിപ്പളായി കടന്നു വന്നിരിക്കുകയാണ്. ഇത് കൂടാണ്ട് തന്നെ ഈ മാഡം എന്ന് പറയുന്നത് കോളേജിലെ ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപിക കൂടെയാണ്. ഈ അഞ്ജു മാഡം PhD ചെയ്തിരിക്കുന്നത് ഓട്ടിസം സ്റ്റഡീസിലാണ്. അതുകൂടാതെ ഈ കോളേജിൽ ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും മുൻപന്തിയിൽ നിൽക്കുന്നതും മാഡം തന്നെയാണ്.